ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ പാവയ്ക്ക വെച്ചിട്ട് പെട്ടെന്നൊരു ക്രിസ്പി ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. പാവയ്ക്ക കൊണ്ടാട്ടം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയാണ് കേട്ടോ. നമ്മൾ വെയിലത്ത് വെച്ചൊന്നും ഉണക്കാതെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറം ഭാഗത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഒരു ക്ലോത്ത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ വട്ടത്തിൽ പാവയ്ക്ക അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചില്ലി പൗഡർ, അതുപോലെ മഞ്ഞൾപ്പൊടി, കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചില്ലി പൗഡർ നോർമൽ ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല കേട്ടോ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പാവയ്ക്കയുടെ സീഡ് നിങ്ങൾക്ക് മാറ്റിക്കളയാം. ഞാൻ മാറ്റിക്കളഞ്ഞിട്ടില്ല കേട്ടോ, അല്ലാതെ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചില്ലി പൗഡറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഓവനിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പാവയ്ക്ക ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 250 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പാവയ്ക്ക വട്ടത്തിൽ അരിയുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ തിക്നെസ് ഒരേപോലെ വരുന്ന രീതിയിൽ അരിയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നമ്മൾ ഓവനിൽ വെക്കുമ്പം ഒരേ രീതിയിൽ നമുക്കതൊന്ന് ഡ്രൈ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓവനിൽ നിന്നൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്കിതെടുത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓയിലൊക്കെ ഇടുമ്പം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ബാക്കി വരുന്ന നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ പുറത്ത് വെച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലോട്ടായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓയിലിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ ഫ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ ചെയ്യുന്ന ഒരു രീതി കേട്ടോ കാണിച്ചേക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യണ ഈസി ആയിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.